ഹലോ മക്കളെ, പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ എനിക്ക് ഫുൾ A+ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ 90% കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ എത്ര മണിക്കൂർ പഠിക്കണം? 1 മണിക്കൂറാണോ, അല്ലെ 2 മണിക്കൂറാണോ, ഇനി 3 മണിക്കൂറൊക്കെ പഠിച്ചാലേ എനിക്ക് ആ മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ? അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു ചോദ്യം നമുക്കൊന്ന് റീഫ്രേസ് ചെയ്യാം. അതായത് എത്ര മണിക്കൂർ ഞാൻ പഠിക്കണം എന്നുള്ള ചോദ്യം നമുക്ക് ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും ഉണ്ടാകുക. അതിനേക്കാൾ നല്ലൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് ഉത്തരം കൊടുക്കുകയാണെങ്കിൽ, അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ തന്നെ കുറച്ച് എഫേർട്ട് ഇടണം. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് കുറേ പഠിക്കാൻ ബാക്കിയുണ്ടാവും, ചിലർക്ക് വളരെ കുറച്ചേ പഠിക്കാൻ ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല, എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. വെറും 20 മിനിറ്റ് പോട്ടെ, ഒരു അരമണിക്കൂർ നിങ്ങൾ മാക്സിമം ഡിവോട്ട് ചെയ്താൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മണിക്കൂർ തീരുമാനിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിമ്പിൾ കാര്യമാണ്. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ നിങ്ങൾ ഫിസിക്സ് ആണ് ഫിസിക്സ്, അല്ലെങ്കിൽ മാത്സ് ആണ് മാത്സ് സബ്ജക്റ്റിൻ്റെ ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുക. അതിൽ ഏതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അതായത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓർമ്മയൊന്നും വേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ 1 ഷോട്ട് ക്ലാസ് ഒന്നോ അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടോ, അത് മിക്കവാറും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സോ എവിടെന്നെങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് അടിക്കാം. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി കുറേ ചാപ്റ്റർ പഠിക്കാത്തതുണ്ടോ, ആ പഠിക്കാത്ത ചാപ്റ്ററൊക്കെ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. അറ്റ്ലീസ്റ്റ് മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതിന് വേണ്ടിയിട്ട് ആദ്യമെങ്കിലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ പഠിക്കാത്ത ചാപ്റ്റേഴ്സിലെ ഇതുവരെ പ്രോപ്പറായിട്ട് പഠിക്കാത്ത ചാപ്റ്റേഴ്സ് അതെന്ന് നിങ്ങൾ പഠിച്ച് തീർക്കും എന്നുള്ളതിന് ഡെഡ് ലൈൻ ഡേറ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ല, ആ 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്ന് പഠിച്ചു തീർക്കും? ജാനുവരി 15-ാം തീയതി പഠിച്ചു തീർക്കും. അപ്പോൾ ജാനുവരി 15 അവിടെ ഇടാം. നിങ്ങൾ വേറെ 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ല എന്ന് നിങ്ങൾക്കറിയാം, പഠിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ജാനുവരി എപ്പോൾ തീർക്കും? നിങ്ങൾ ജാനുവരി 26 തീർക്കണം. ഇതിങ്ങനെ പോയി അങ്ങ് മാർച്ച് വരെ പോകാൻ പറ്റില്ല. മാക്സിമം നമുക്ക് തീർക്കാനുള്ള ഡേറ്റ് ഫെബ്രുവരി 10 കാരണം അതിനുശേഷം മോഡൽ എക്സാംസ് വരും, പിന്നെ പബ്ലിക് എക്സാം ആയിരിക്കും. അങ്ങനെ ചാപ്റ്റർ പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല, റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഡേറ്റ് ഇതിന് ഫെബ്രുവരി 10. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡെഡ് ലൈൻ ഡേറ്റ്സ് നിങ്ങൾ കൊടുക്കണം. ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾ എത്ര മണിക്കൂർ ഡെയിലി പഠിച്ചാലാണ് ഈ 90% അല്ലെങ്കിൽ 95%ലേക്ക് എത്തുക. സാർ അതിലിപ്പം നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം? അപ്പോൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾ പഠിച്ച് തുടങ്ങുക. ഇന്ന് മുതൽ നിങ്ങൾ ആ ഡെഡ് ലൈൻ ഡേറ്റ്സ് വെച്ച് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ വെച്ച് പഠിച്ചു കൊടുക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കുന്ന പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം, ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാറ്റി വെച്ച് 2 മണിക്കൂർ മാറ്റി വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഡെഡ് ലൈൻ അനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഡ് ലൈൻ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. തീർക്കാൻ പറ്റുന്നുണ്ട്, ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ ആ 2 മണിക്കൂർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. പറ്റുമെങ്കിൽ അത് മെല്ലെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് 2 മണിക്കൂർ മാറി 3 hours ആക്കുക. പിന്നെ മെല്ലെ കൂട്ടാനും വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾ ആ 2 മണിക്കൂർ വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, അത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 2 മണിക്കൂർ പോരാ, നിങ്ങൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ കുട്ടി ഓരോ ചാപ്റ്റർ പഠിക്കാൻ എന്താണ് കുറച്ച് വ്യത്യാസമുണ്ടോ ടൈം. ചിലർക്ക് 1 മണിക്കൂർ പഠിക്കാൻ പറ്റും, ചിലർക്ക് 3 മണിക്കൂർ എടുക്കും, ചിലർക്ക് 4 മണിക്കൂർ എടുക്കും, ചിലർക്ക് 2 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡെഡ് ലൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. നിങ്ങൾ പഠിക്കേണ്ട സമയം തന്നെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ തീർക്കാൻ പറ്റുന്നില്ല, സമയം നിങ്ങൾ കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതല്ലാതെ മറ്റൊരു വഴിയുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നമുക്ക് ഫെബ്രുവരി 10 വരെ ഓൾമോസ്റ്റ് എന്താണ് 35 ദിവസം ഉണ്ടാവും. എത്ര ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുള്ള 20 ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും. 20 ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിന് 2 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 40 മണിക്കൂറുണ്ട്. 40 മണിക്കൂർ ഡിവൈഡ് ബൈ 35 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടും 1 point എത്ര hours. അപ്പം അത്രയും നിങ്ങൾ മിനിമം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടി മാത്രം എന്നുള്ള കണക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഞാൻ പറയുകയാണ് നല്ലത് എന്താണ്, അതൊക്കെ വേറെ അസംഷൻസ് അല്ലേ. നിങ്ങൾ ആക്ച്വലി ചെയ്ത് നോക്കും. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് നിങ്ങൾക്ക് പറ്റുക. അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യത്തിലുള്ളത്, നിങ്ങൾ 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഡെഡ് ലൈൻ നിങ്ങൾ കവർ ചെയ്ത് പോകുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പബ്ലിക് എക്സാം വരെ അല്ലെങ്കിൽ മോഡൽ എക്സാം വരെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന്. പോരാ. കാരണം നിങ്ങൾ പുതിയ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല, ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മുൻപുള്ള ചാപ്റ്റേഴ്സ് റിവൈസും ചെയ്യണം, ചോദ്യങ്ങളും ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാനുണ്ടാവും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഡെയിലി 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മെല്ലെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും അതിൻ്റെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ആ 2 3 ആക്കണം, 3 3.5 ആക്കണം, മെല്ലെ 4 5. പിന്നെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മാക്സിമം എത്രത്തോളം പറ്റും അത്രത്തോളം രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ
ഈ മണിക്കൂറുകൾ അല്ലെ പഠിക്കേണ്ട ടൈം പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അവസാനത്തെ ഉത്തരം വളരെ സിമ്പിളാണ്. എത്ര മണിക്കൂർ പഠിച്ചാൽ സാർ എനിക്ക് ഈ ഫുൾ A+ കിട്ടും, 90% കിട്ടും? എത്രയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത്രയും മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് പഠിക്കാനുള്ളത് എങ്ങനെ തീരുമാനിക്കണം, അത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതിന് സിമ്പിൾ പ്രാക്ടിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പരിപാടി നിങ്ങൾ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ചെയ്യാതെ നിങ്ങൾ വെറുതെ ബ്ലൈൻഡ്ലി എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിച്ചാൽ മതി, 4 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച് പഠിച്ചാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ സിലബസും തീർക്കില്ല, നിങ്ങൾ റിവിഷനും പ്രോപ്പറായിട്ട് തീരില്ല. അവസാനം നിങ്ങൾക്ക് ചിലപ്പം എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ കുറേ കുട്ടികളുണ്ട്, കുറേ പഠിക്കുന്നവരുണ്ട്, കുറേ മണിക്കൂർ പഠിക്കുന്നുണ്ട്, എങ്കിൽ പോലും ഈ മാർക്ക് കിട്ടാത്തവരുടെ മെയിൻ പ്രശ്നം വെച്ചാൽ അവർ പ്ലാൻഡ് ആയിട്ടല്ല പഠിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻഡ് ആയിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ച് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും സാർ ഞാൻ തീരുമാനിച്ചു, ഞാൻ പഠിക്കുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് പഠിക്കണം, പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള റിസോഴ്സ് വേണമെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തവരാണ്, അതിലെ കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരാണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം തന്നെ, ക്ലിക്കല്ല ഫോണൊക്കെ വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിച്ച് പൊളിച്ച് പഠിക്കുക. നമുക്ക് ആ ഫുൾ A+ലേക്ക് അല്ല 90%ലേക്ക് തീർച്ചയായിട്ടും എത്തിയിരിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.